ഇപ്പോഴത്തെ സ്കൂൾ കലോത്സവങ്ങൾ വിദ്യാർത്ഥികളുടെ കലാപ്രകടനങ്ങൾക്കുള്ള കേവല വേദികൾ മാത്രമല്ല, മറിച്ച് ശാസ്ത്രീയമായി അഭ്യസിച്ച് കലാരൂപങ്ങൾ മാറ്റുരയ്ക്കാനുള്ള കലാസംഗമ സ്ഥാനങ്ങൾ കൂടിയാണെന്ന് സംഗീതജ്ഞനും ഉപകരണ സംഗീത വിദഗ്ധനും KPSC സുലോചനയുടെ നാമധേയത്തിലുള്ള സംസ്കാര കലാപരിശീലന കേന്ദ്രത്തിന്റെ മുഖ്യ ചുമതലക്കാരനും സാംസ്കാരിക പ്രവർത്തകനുമായ കലേശൻ പറഞ്ഞു. CDNet ന്യൂസിനു വേണ്ടി കലാമത്സരങ്ങൾ വിലയിരുത്തിയാണ് കലേശൻ ഈ അഭിപ്രായം പങ്കുവച്ചത്. കലോത്സവങ്ങൾ കുരുന്നു പ്രതിഭകളുടെ മഹാസംഗമമാണെന്നും കലാരൂപങ്ങൾ ശാസ്ത്രീയമായി പഠിച്ചവതരിപ്പിക്കുന്നവരാണ് ഇപ്പോഴത്തെ മത്സരാർത്ഥികളെന്നും സംഗീതജ്ഞനും ഉപകരണ സംഗീത വിദഗ്ധനും സാംസ്കാരിക പ്രവർത്തകനുമായ കലേശൻ പറഞ്ഞു. കണ്ടതിൽ വളരെ തൃപ്തികരമാണ്. നല്ല നിലവാരം പുലർത്തുന്ന കലാപരിപാടികളാണ് എല്ലാവരുടെയും. പാട്ടാണെങ്കിലും ഇന്നലെ മുതൽ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. ഇന്നലെ ഉപകരണ സംഗീതം കേട്ടു. വളരെ നന്നായിട്ട് പഠിച്ചവർ നന്നായിട്ട് പഠിക്കുന്നുണ്ട്. എല്ലാവരും അതിനുവേണ്ടി ശ്രമിക്കുന്നുണ്ട്. അല്ലാതെ തട്ടിക്കൂട്ടല്ല. അതാണ് ഇപ്രാവശ്യം ഞാൻ കണ്ടതിൽ എനിക്ക് തോന്നിയതല്ല അത് തന്നെയാണ്. പിന്നെ ജഡ്ജസും കാര്യമായ രീതിയിൽ അതിനെ മാർക്കിടുന്നുണ്ട്. അവരുടെ വിലയിരുത്തൽ നന്നായിട്ടുണ്ട്. എനിക്കത് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇന്നലെ മുതൽ ഞാനത് 2-3-4 പരിപാടി അവിടെ വീണ, മൃദംഗം, പിന്നെ നൃത്തം, ഇന്നലെ കേരള നൃത്തം അതൊക്കെ ഉണ്ടായിരുന്നല്ലോ. അതൊക്കെ നല്ല ജഡ്ജ്മെൻ്റായിരുന്നു. നന്നായിട്ട് അവർ പഠിച്ചിട്ടുണ്ട്. അതാണ് കുട്ടികളെല്ലാം നന്നായിട്ട് പഠിക്കുന്നു. അതാണ് പ്രത്യേകിച്ച്. പണ്ടങ്ങനല്ല. അത്രയും പാർട്ടിസിപ്പൻറ്റും നന്നായിട്ട് പഠിച്ചവരല്ല വരുന്നത്. ഇപ്പം 10 പേര് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ 10 പേര് നന്നായിട്ട് അതിനുവേണ്ടി ശ്രമിക്കുന്നു എന്നുള്ളതാണ്. അല്ല മത്സരമല്ല, അത് പ്രൈസ് അല്ല അവർ പ്രതീക്ഷിക്കുന്നത്. സംഘഗാനം നന്നായിരുന്നു. നല്ല നിലവാരം പുലർത്തി. ഇപ്പം കഴിഞ്ഞ പ്രാവശ്യം മുമ്പൊക്കെ ഒരു 5 ഗ്രൂപ്പ് 6 ഗ്രൂപ്പിൽ കൂടൊന്നും കാണുന്നത്. ഇപ്പം എനിക്ക് തോന്നുന്നു 8-10 ഗ്രൂപ്പ് ഉണ്ടായി. എനിക്ക് തോന്നുന്നു 8-10 ഗ്രൂപ്പുണ്ട്. അതിൽ 2-3 പേര് ഇച്ചിരി മോശമാണെങ്കിലും ബാക്കി എല്ലാവരും നിലവാരം പുലർത്തി. അതിൽ എനിക്ക് തോന്നുന്നൊരു 3-4 ഗ്രൂപ്പിന് A ഗ്രേഡ് കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ നിലയിൽ ഇപ്പം കേട്ടത് നന്നായിരുന്നു. ഇപ്പോൾ ഈ പാടുന്നത് മോശമല്ല, ഇവരുടെ ഉള്ളെന്ന് തോന്നുന്നു. അപ്പം പൊതുവേ നമ്മുടെ ആലപ്പുഴ ജില്ലയുടെ പെർഫോമൻസ് നന്നായിട്ടുണ്ട് എന്ന് തന്നെ പറയാം. KPSC സുലോചന ഉൾപ്പെടെയുള്ള അസാമാന്യ പ്രതിഭകളുടെ മണ്ണായ കായംകുളത്ത് റവന്യൂ ജില്ലാ കലോത്സവം എത്തിയത് തന്നെ മഹത്തായ കാര്യമാണെന്നും KPSC സുലോചനയുടെ ഭർത്താവ് കൂടിയായ കലേശൻ പറഞ്ഞു. CDNetനു വേണ്ടി കലോത്സവത്തെ വിലയിരുത്തി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംഘഗാന അവതരണ മത്സരം ഉൾപ്പെടെ മികവ് പുലർത്തിയെന്നും കുട്ടികൾ കലാവാസനകൾ കലോത്സവത്തിൽ മാത്രം ഒതുക്കാതെ നിരന്തരമായ പരിശീലനത്തിലൂടെ അവ ജീവിതത്തിന്റെ ഭാഗമാക്കുകയും ചെയ്യണമെന്നും 1961, 62, 63 കാലത്തെ കലോത്സവ വിജയിയും നിരവധി കലോത്സവങ്ങളിലെ വിധികർത്താവുമായി പ്രവർത്തിച്ചിട്ടുള്ള ആളുമായ കലേശൻ പറഞ്ഞു. CDNet ന്യൂസ് കായംകുളം.